Welcome all, this is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last two sessions, we had discussed about two problems on PERT. And PERT എന്ന് പറയുന്ന നെറ്റ്വർക്ക് അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന two type പ്രോബ്ലംസിനെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് സെഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. And in today's session, we are trying to discuss about another type of problem നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും സെഷനുകളിൽ നമ്മൾ PERT-നെ പറ്റി പഠിച്ചപ്പോൾ PERT calculations ഇൻവോൾവ് ചെയ്ത് നമ്മൾ ചെയ്ത പ്രോബ്ലങ്ങളുടെ എല്ലാം കൂടെ ഒരു ക്ലബിങ് അങ്ങനെ എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ എസ് ടൈപ്പ് പ്രോബ്ലംസ് 15 മാർക്കിൻ്റെ പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഒരു പേർട്ടിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എസ് ടൈപ്പ് പ്രോബ്ലമാണ് ഇന്നത്തെ സെഷനകത്ത് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. So let's move on to the problem. The following table lists the jobs of a network along with their time estimates. ഒരു നെറ്റ്വർക്കിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ജോബ്സ് ആക്ടിവിറ്റീസിനെയും ആ ഓരോ ആക്ടിവിറ്റീസും ക്യാരി ഔട്ട് നടക്കുന്ന ടൈം ഡ്യൂറേഷനെ പറ്റിയാണ് ഈ താഴത്ത് നിൽക്കുന്ന ടേബിളിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ടേബിളിലേക്ക് പോകാം. ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ജോബ്സ് ആസ് വെൽ ആസ് ഡ്യൂറേഷൻ. ജോബ്സ് തന്നിരിക്കുന്നതിൻ്റെ പ്രത്യേകം നോക്കുക. IJ എന്ന് പറഞ്ഞിരിക്കുന്നത് ജോബ്സ് മീൻസ് ആക്ടിവിറ്റീസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. IJ എന്നൊരു ആക്ടിവിറ്റി നമ്മൾ സാധാരണ എഴുതുന്ന 2 ഇവൻസിൻ്റെ ജോയിനിങ് ആയിട്ട് അല്ലേ. അപ്പോൾ ഹിയർ ദിസ് റെപ്രസെൻറ്റ്സ് ആൻ ആക്ടിവിറ്റി where 1 is the tail event as well as 2 is the head event. ആ രീതിയിലാണ് നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ അത്രയേ ഉള്ളൂ. IJ എന്ന് പറയുന്ന ആക്ടിവിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ I tail event ആയിട്ടും J head event ആയിട്ടും എടുക്കാം അല്ലേ. അപ്പം അങ്ങനെ IJ എന്ന് പറയുന്ന ഓരോ ആക്ടിവിറ്റീസ് പറ്റിയാണ് ഇവിടെ പറയുന്നത്. First activity is 1, 2. It has its optimistic time as 3, most likely time as 6, pessimistic time as 15. Again for 1, 6, the activity 1, 6, the optimistic time is 2, most likely time is 5 and the pessimistic time is 40. അപ്പം അങ്ങനെ ഓരോ ആക്ടിവിറ്റിയുടെ കാര്യം ഓരോ ആക്ടിവിറ്റിയെ പറ്റിയും ആ ഓരോ ആക്ടിവിറ്റി കൺസ്യൂം ചെയ്യാനായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒപ്റ്റിമിസ്റ്റിക് ടൈമും മോസ്റ്റ് ലൈക്ലി ടൈമും പെസിമിസ്റ്റിക് ടൈമിനെ പറ്റിയാണ് ഇന്നത്തെ ഈ ടേബിളിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് 4 പാർട്ടായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. ദ ഫസ്റ്റ് പാർട്ട് ഈസ് ഡ്രോ ദ പ്രോജക്റ്റ് നെറ്റ്വർക്ക്. തന്നിട്ടുള്ള ആക്ടിവിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, എന്ത് കൺസ്ട്രക്ട് ചെയ്യണം, പ്രോജക്റ്റ് നെറ്റ്വർക്കിനെ കൺസ്ട്രക്ട് ചെയ്യണം. സെക്കൻഡ് വൺ ഈസ് കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് വേരിയൻസ് ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത്. ഈ പ്രോജക്റ്റ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് ആ പ്രോജക്റ്റ് നെറ്റ്വർക്കിൻ്റെ ക്രിട്ടിക്കൽ പാത്തിനെ കാൽക്കുലേറ്റ് ചെയ്ത് ടൈം വൈസ് ലോങ്ങസ്റ്റ് പാത്തിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ആ ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ പാത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ക്രിട്ടിക്കൽ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക, വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. And the next one is, what is the approximate probability that the jobs on the critical path will be completed in 41 days? 41 ദിവസം കൊണ്ട് ക്രിട്ടിക്കൽ പാത്തിലെ ജോബ്സ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്ര? ആൻഡ് the second part is 35 days. 35 ദിവസം കൊണ്ട് ക്രിട്ടിക്കൽ പാത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്ര? അതും കാൽക്കുലേറ്റ് ചെയ്യണം. And the fourth part is, find the due date which has 95% chance to meet. The 95% ചാൻസ് ഉണ്ട് ഇത്ര ദിവസം കൊണ്ട് ആ പ്രൊജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയെങ്കിൽ ആ ഡ്യൂ ഡേറ്റ് എത്ര? അതായത് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 95% ചാൻസ് ഉണ്ടെങ്കിൽ ആ എത്ര ദിവസം കൊണ്ടായിരിക്കും ആ പ്രൊജക്റ്റ് ആ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് കണ്ടുപിടിക്കാനുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് പാർട്ട്. ഡ്രോ ദ പ്രോജക്റ്റ് നെറ്റ്വർക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓരോ ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട്. ആ ഓരോ ആക്ടിവിറ്റീസ് എത്ര ഇവൻറ്റ്സ് ഉണ്ട് ഇവിടെ ആക്ടിവിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1, 2, 3, 4, 5, 6, 7, 8 ഇവൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ആ 8 ഇവൻറ്റ്സിനെയും ജോയിൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉപയോഗിച്ച് ആക്ടിവിറ്റീസിന് ആരോസ് ആയിട്ടും ഇവൻസിനെ നോട്ട്സ് ആയിട്ട് കൊടുത്ത് നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാം, നെറ്റ്വർക്ക് ഡയഗ്രാം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. സോ ഹിയർ ദ ഇനിഷ്യൽ ഇവൻറ്റ് ഈസ് 1. സോ ഇത് നെറ്റ്വർക്ക് ഡയഗ്രാം സൈഡിലൊക്കെ ഒന്ന് വരയ്ക്കുകയാണ്. 1 ഇനിഷ്യൽ ഇവൻറ്റ്. 1ൽ നിന്ന് 2ലേക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട്, 6ലേക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട്. സോ ദിസ് ആക്ടിവിറ്റി ഫ്രം 1 to 2 and from 1 to 6. Again from 2
there is an activity to 3 as well as to 4. 2-ൽ നിന്ന് 3-ലേക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ 4-ലേക്കും ഒരു ആക്ടിവിറ്റി ഉണ്ട്. Again, there is an activity from 3 to 5. 3-ൽ നിന്നും 5-ലേക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട്. Again also there is an activity from 4 to 5. That is from 4 to 5. Again there is an activity from 6 to 7. 6-ൽ നിന്നും 7-ലേക്ക് എന്തുണ്ട്, ഒരു ആക്ടിവിറ്റി ഉണ്ട്. Again there is an activity from 5 to 8 as well as from 7 to 8. 5-ൽ നിന്നും 7-ൽ നിന്നും എവിടേക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്, 8 എന്ന് പറയുന്ന ഇവന്റിലേക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. സോ ഇതാണ് എന്താ പറയുക നമ്മുടെ പ്രോജക്റ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോജക്റ്റ് നെറ്റ്വർക്കിനകത്ത് ആക്ടിവിറ്റീസിനെയും ഇവൻറ്റ്സിനെ നമ്മൾ മാർക്ക് ചെയ്തു. ഇതിനകത്ത് നമുക്ക് ആക്ടിവിറ്റി ഡ്യൂറേഷൻ തന്നിട്ടില്ല, അല്ലെങ്കിൽ ഡ്യൂറേഷൻ നമുക്ക് നേരിട്ട് ഡയറക്റ്റ് തന്നിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ആക്ടിവിറ്റി ഡ്യൂറേഷൻ്റെ കാൽക്കുലേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ നെറ്റ്വർക്കിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഡിസ്പ്ലേയിലേക്ക് നിന്ന് ഫിഗറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും, കംപ്ലീറ്റ് ആയിട്ട് നെറ്റ്വർക്ക് ഡയഗ്രമായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോജക്റ്റ് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് വേണം, പ്രോജക്റ്റ് ഡ്യൂറേഷൻ അഥവാ ഇവിടെ നിന്ന് വിളിക്കും പെർട്ടിക്കുലർ കാൽക്കുലേഷൻ അത് പ്രോജക്റ്റ് ഡ്യൂറേഷൻ ഇസ് ഓൾസോ കോൾഡ് TE or the expected time. Expected എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, is equal to 1/6 into T0 plus 4Tm plus TP അല്ലേ. അപ്പോൾ this is equal to 1/6 into T0 plus 4Tm plus TP. ഉള്ള ഫസ്റ്റ് വാല്യൂ എത്രയാണ്, ഇവിടുത്തെ ഒപ്റ്റിമിസ്റ്റിക് ടൈമാണ് എന്ത്, T0 അല്ലെങ്കിൽ TO, മോസ്റ്റ് ലൈക്ലി ടൈം ഈസ് TM ആൻഡ് ദ പെസിമിസ്റ്റിക് ടൈം ഈസ് TP. therefore T0 first one is 1/6 into 3 plus 4 into 6 is 24 plus 15, that is 42/6, which is equal to 7. Again for the second one it is 1/6 into 2 plus 20 plus 14, that is 14 plus 22, 36/6, that is 6. Again next one is 1/6 into 6 plus 12 into 4 is 48 plus 30. 84/6, it is 1 for 14. Again the next one is 1/6 into 2 plus 20 plus 8, that is 28 plus 2, 30/6 is 5. Again 1/6 into 5 plus 44 plus 17, 66/6, that is 11. Again next one is 1/6 into 3 plus 24 plus 15, that is this again 3 plus 24 plus 16/7, that is 7. Again next one is 1/6 into 3 plus 9 4s are 36 plus 27, 30 plus 36, 66/6 is 11. Again 1/6 into 1 plus 4 4s are 16 plus 7, therefore 16 plus 8, that is 24, 24/6 is 4. Again the last one is 1/6 into 4 plus 19 into 4, 76 plus 28, that is 76 plus 32 is 108, 108/6 is 1. നമുക്ക് എന്ത് കിട്ടി, ടൈം ഡ്യൂറേഷൻസും കിട്ടി. നമുക്ക് ആ ഫിഗറിലേക്ക് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. 1 to 2 is 7, 1 to 6 is 6,
again 2 to 3 it is 14, 2 to 4 is 5, 3 to 5 it is 11, 4 to 5 it is 7, 6 to 7 it is 11, 5 to 8 it is 4 and 7 to 8 is 18. So that's the network diagram. The first question complete. Then next we have to calculate the length and variance of critical path. Critical path in the length and variance we calculate. Critical path calculate. Critical path calculate float. Float 0 on the path and the critical path. So next we can calculate the float. TE അഥവാ ഡ്യൂറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയേക്കുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഞാൻ ആ കോളം അങ്ങ് റബ്ബ് ചെയ്യുകയാണ്. TEയുടെ കോളം കാൽക്കുലേറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണം അത് റെഫർ ചെയ്യാം, കുഴപ്പമില്ല. സോ നെക്സ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഫ്ലോട്ട്. ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള EST FTയിലേക്ക് ഒന്നും പോകാതെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? ഫ്ലോട്ട് ഈസ് TL ഓഫ് ദ ഹെഡ് ഇവൻറ്റ് മൈനസ് TE ഓഫ് ദ ടെയിൽ ഇവൻറ്റ് മൈനസ് ഡ്യൂറേഷൻ. ഒരു ആക്ടിവിറ്റിയുടെ ഇവൻറ്റ്സ് ഉപയോഗിച്ച് ഇവൻറ്റ് ടൈംസ് ഉപയോഗിച്ച് നമുക്ക് ഫ്ലോട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. TL ഓഫ് ദ ഹെഡ് ഇവൻറ്റ് മൈനസ് TE ഓഫ് ദ ടെയിൽ ഇവൻറ്റ് മൈനസ് ഡ്യൂറേഷൻ. അപ്പോൾ ഈ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ഓരോ ഇവൻറ്റ്സിൻ്റെയും ഇവൻറ്റ് ടൈംസ് മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഫ്ലോട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡ്യൂറേഷനോട് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാം? TLും TE വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ TE വാല്യൂസ് TE വാല്യൂസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇനിഷ്യൽ ഇവൻ്റായ E1ൻ്റെ earliest event time is 0. Again for E2ൻ്റെ ഒരു predecessor ഉള്ളൂ, ഏതാണ്? 1. So it is E1 plus 7, that is 0 plus 7, that is 7. Again E3ക്കും ഒരു predecessor ഉള്ളൂ, ഏതാണ്? 2. Therefore it is 7 plus duration 14 is equal to 21. Again E4നും ഒരു predecessor ഉള്ളൂ. So E4 is equal to E2 എത്രയായിരുന്നു? 7 plus 5, that is 12. Again E5ന് എത്ര predecessors ഉണ്ട്? 50 ഇവൻറ്റിന് എത്ര predecessors ഉണ്ട്? 2 predecessors ഉണ്ട്. So we have to take the maximum value. E5 2 വാല്യൂസ് വരും. E5 is equal to E3 plus 11 എന്ന് വരാം, അല്ലെങ്കിൽ E5 is equal to E4 plus 7 എന്ന് വരാം. ചെയ്താൽ മാക്സിമം വരുന്നത് എടുത്തിട്ട് നമുക്ക്. So E3 is 21 plus 11, that is 32, and E4 12 plus 7, that is 19 അല്ലേ? അത് മാക്സിമം വാല്യൂ ഏതാണ്? 32. Therefore E5 is 32. Again E6നും 6 ഒരു predecessor ഉള്ള ഏത്? 1. Therefore E1 plus 6, 0 plus 6 is 6. Again E7ന് ഒരു predecessor ഉള്ളത്, that is 6. E6 plus 7, 11, that is 6 plus 11 which is equal to 17. Again E8ന് 2 predecessors ഉണ്ട്, 5ഉം 7ഉം. So we have to calculate both the values. E8 is equal to E5 plus 4 or E8 is equal to E7 plus 18, which is equal to E5 എത്രയായിരുന്നു? 32 plus 4, that is 36, or E8 is E7 17 plus 18, that is 35. The maximum value എത്രയാണ്? 36. So E8നെ നമുക്ക് എന്ത് കിട്ടി? 36 എന്ന് കിട്ടി. സോ നമ്മളുടെ ഏർലിയസ്റ്റ് ടൈം ഇവൻറ്റ്സ് ഓഫ് ഈച്ച് ഇവൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൊക്കെയാണ്. E1 is equal to 0, E2 is 7, E3 is 21, E4 is 12, E5 is 32, E6 is 6, E7 is 17, and E8 is 36. Next we have to calculate the latest time events of each event. So TL values, we can start from the final or the terminal event. L8 is equal to E8, which is equal to 36. Again L7ന് എത്ര സക്സസർ ഉണ്ട്? ഒരു സക്സസർ ഉള്ള 8 മാത്രം. Therefore it is 36 minus 18, which is equal to 18.
Then again L6. 6 ഒരു സക്സസറേ ഉള്ളൂ, that is 7. 6 ഒരു സക്സസറാണ് ഏതാണ് 7. Therefore E7 18 minus 11 is equal to 7. Again L5. 5 ഒരു സക്സസറേ ഉള്ള ഏത് 8. Therefore E8, that is 36 minus 4, which is equal to 32. Again L4 is equal to 4 ഒരു സക്സസറേ ഉള്ളൂ ഏതാണ് 5. Therefore L5 32 minus 7, that is 32 minus 7, that is 25. Again L3 ക്ക് ഒരു സക്സസർ ഉള്ളതാണ് 5. Therefore L5 32 minus 11, which is equal to 21. Again L2 2 എത്ര സക്സസേഴ്സ് ഉണ്ട് 2 സക്സസേഴ്സ് ഉണ്ട് 3ഉം 4ഉം. So we have to calculate the minimum value among them. Therefore L2 is equal to L3 minus 14, or L2 can be equal to L4 minus 5. L3 is 21 minus 14, which is equal to 7, or 25 minus 5, which is equal to 20. So the minimum value is 7, therefore L2 is equal to 7. Again L1. For L1 also there are 2 successors are there. So we have to take the minimum value, that is L1 is equal to L2 minus 7, or L1 is equal to L6 minus 6. That is L2 minus 7. 7 minus 7 is equal to 0, and L6, 7 minus 6 is equal to 1. Among 1 and 0, the minimum value is 0, therefore L1 is equal to 0. So latest time events are L8 is equal to 36, L7 is equal to 18, L6 is equal to 7, L5 is equal to 32, L4 is equal to 25, L3 is equal to 21, L2 is equal to 7, and L1 is equal to 0. അപ്പോൾ എല്ലാ ഇവൻസിൻ്റെയും ലേറ്റസ്റ്റ് ടൈം ഇവൻറ്റും ഏർലിയസ്റ്റ് ടൈം ഇവൻറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ ഇവൻറ്റിനും ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഫ്ലോട്ട്. So for 1, 2, for the activity 1, 2, it is L2 minus E1 minus 7. What is L2? L2 is 7 minus 0 minus 7 is 0. Again next one is L6 minus E1 minus 6. L6 is 7. 7 minus 0 minus 7, that is equal, 7 minus 0, that is 7 minus 6 is 1. Again L3 minus E2 minus 14. Here L3, what is L3? L3 is 21. 21 minus 7 minus 14. 21 minus 21 is 0. Again the next one is L4 minus E2 minus 5. L4 is 25 minus 7 minus 5. That is 25 minus 5 is 20 minus 7, that is equal to 13. Again L5 minus E3 minus 11 for the activity 3-5. L5 is, what is L5? 32 minus 21 minus 11, that is 32 minus 32, which is equal to 0. Again for the next event, L5 minus E4 minus 7. L5 is 32 minus 12 minus 7, that is 32 minus 19. 32 minus 19 is, here is 2, 3, 1 is equal to 13. Again for the activity 6-7 is L7 minus E6 minus 11. What is L7? L7 is 18 minus E6 is 6 minus 11. That is 18 minus 17 is equal to 1. Again for the activity 5-8, it is L8 minus E5 minus
4. L8 is 36 minus E5 is 32 minus 4. 36 minus 36, it is 0. Again, next last even activity, that is L8 minus E7 minus 18. L8 is 36 minus E7 is 17 minus 18. 36 minus 35 is equal to 1. So we got the float values as 0, 1, 0, 13, 0, 13, 1, 0, 1. So float 0 വരുന്ന ആക്ടിവിറ്റീസ് ആണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. സോ നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് 1, 2, 3, 4. ഈ 4 ആക്ടിവിറ്റീസ് ആയത് 1, 2, again 2, 3, again 3, 5 and 5, 8. So which will be our critical path? It is 1, 2, 2, 3, 3, 5 and 5, 8. നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഏതാണ്? അപ്പോൾ 1, 2, 3, 5, 8 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. സോ ക്രിട്ടിക്കൽ പാത്ത് ഈസ് ഈക്വൽ ടു 1, 2, 3, 5, 8. ഇനി നമുക്ക് എന്താ വേണ്ടത്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് വേരിയൻസ് ഓഫ് ക്രിട്ടിക്കൽ പാത്ത്. ഈ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ലെങ്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ക്രിട്ടിക്കൽ പാത്ത് കംപ്ലീറ്റ് എടുക്കുന്ന സമയം, അഥവാ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് മുഴുവൻ കംപ്ലീറ്റ് എടുക്കുന്ന ടോട്ടൽ പ്രൊജക്ട് ഡ്യൂറേഷൻ ആണ് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Therefore, the length of the critical path is equal to 1 to 2 എത്രയാണ് ലെങ്ത്? 7 plus 14 plus 11 plus 4. That is 21 plus 15. That is 36. 36 ആയിരിക്കും വെക്കുന്നത്. 11 ഡേയ്സ് ആണെങ്കിൽ ഇറ്റ് ബി 36 ഡേയ്സ് ആയിരിക്കും ഈ ക്രിട്ടിക്കൽ പാത്തിന് എന്തെന്ന് പറയുന്നത് ലെങ്ത് അഥവാ ഡ്യൂറേഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ വേരിയൻസ് ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത്. വേരിയൻസ് ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ആദ്യം എന്ത് വേണം? ഈ ഓരോ ആക്ടിവിറ്റിയുടെയും വേരിയൻസ് വേണം അല്ലേ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സാണ് പറഞ്ഞിരുന്നു വേരിയൻസ് ഓഫ് ദ പ്രൊജക്റ്റിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് ആ പ്രൊജക്റ്റിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൻ്റെ വേരിയൻസുകളുടെ സമ്മാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വേരിയൻസ് ഓഫ് എല്ലാ ആക്ടിവിറ്റീസിനെ വേണമെന്നില്ല, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിനെ മാത്രം കാൽക്കുലേറ്റ് ചെയ്താലും മതി. അപ്പോൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൻ്റെ വേരിയൻസിനെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ വേരിയൻസ് നമുക്ക് കിട്ടും. സോ വേരിയൻസ് ഓഫ് ദ ആക്ടിവിറ്റീസ് ഈസ് ഈക്വൽ ടു ഒരു ആക്ടിവിറ്റിയുടെ വേരിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബൈ യൂസിങ് പെസിമിസ്റ്റിക് ടൈമും ഒപ്റ്റിമിസ്റ്റിക് ടൈമാണ് നമ്മൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തത്. വേരിയൻസ് കാൽക്കുലേറ്റ് ഫോർമുല നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആ ഫോർമുല പറഞ്ഞതിനകത്ത് ചെറിയ വേരിയേഷൻ ഉണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ആ ഫോർമുല പറഞ്ഞത് വേരിയൻസ് ഇസ് ഈക്വൽ ടു TP മൈനസ് T0 ദ ഹോൾ സ്ക്വയർ ബൈ 6 എന്നായിരുന്നു. ആക്ച്വലി ആ ഫോർമുലയ്ക്കകത്ത് ആ സ്ക്വയർ വരുന്നത് ഹോൾ സ്ക്വയർ ആയിട്ടാണ് കേട്ടോ. ദാറ്റ് ഈസ് ന്യൂമറേറ്ററിനെ മാത്രമല്ല സ്ക്വയർ ഉള്ളത്. എങ്ങനെ വരുന്നത്? TP മൈനസ് T0 ബൈ 6 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിനകത്ത് ഞാൻ എഴുതിയ ഫോർമുലയ്ക്കകത്ത് ഉണ്ടായ മിസ്റ്റേക്കാണ്. ആ സ്ക്വയർ എന്നുള്ളത് ന്യൂമറേറ്ററിന് മാത്രമുള്ളതല്ല. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ബോത്ത് ടു ന്യൂമറേറ്റർ ആസ് വെൽ ആസ് ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിനും കൂടെ ആപ്ലിക്കബിൾ ആണ് ആ സ്ക്വയർ എന്ന് പറയുന്നത്. സോ ആ വേരിയൻസിൻ്റെ ഫോർമുല ഇങ്ങനെ തിരുത്തി എഴുതണമെന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സോ ഒരു ആക്ടിവിറ്റിയുടെ വേരിയൻസ് എന്ന് പറയുന്നത് ആ ആക്ടിവിറ്റിയുടെ പെസിമിസ്റ്റിക് ടൈം മൈനസ് ഒപ്റ്റിമിസ്റ്റിക് ടൈം ബൈ 6 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. സോ ഇവിടെയും വേരിയൻസ് ഇസ് ഈക്വൽ ടു TP മൈനസ് TO ബൈ 6 ദ ഹോൾ സ്ക്വയർ ആണ്. സോ ഈ ഓരോ ആക്ടിവിറ്റിയുടെയും TP മൈനസ് T0 ബൈ 6 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. For the first activity is 15 minus 3, 12 by 6 the whole square. 15 minus 3 by 6 the whole square ആണ്. That is 12 by 6 the whole square. 12 by 6 is 2, 2 square is 4. Again for the second activity is 14 minus 2 by 6 the whole square. That is also 12 by 6 square. That is 4. Again 30 minus 6 by 6. 30 minus 6 is 24 by 6, which is equal 24 by 6 is 4. 4 square is equal to 16. Again
For the activity 2, 4 is 8 minus 2 by 6, the whole square. 8 minus 2 is 6, 6 by 6 is 1, 1 square is 1. Again, 17 minus 5, 17 minus 5 is 12, 12 by 6 is 2, 2 square is 4. Again, 15 minus 3, 12, 12 by 6 is 2, 2 square is 4. Again, 26 minus 3, 27 minus 3, 27 minus 3 is 24, 24 by 6 is 4, 4 square is 16. Again, 7 minus 1 is 6, 6 by 6 is 1, 1 square is 1. And the last one is 28 minus 4, 28 minus 4 is 24, 24 by 6 is 4, 4 square is 16. നമുക്ക് എല്ലാ ആക്ടിവിറ്റിയുടെയും വേരിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനകത്ത് ക്രിട്ടിക്കൽ പാത്തിൻ്റെ വേരിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ക്രിട്ടിക്കൽ പാത്തിൻ്റെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൻ്റെ വേരിയൻസ്. സോ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരുന്നു? 1, 2, again 2, 3, 3, 5 and 5, 8. ഈ 4 വേരിയൻസുകളുടെ സമ്മായിരിക്കും എന്താ വേരിയൻസ് ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. For variance of the critical path is equal to 4 plus 16 plus 4 plus 1, that is 20 plus 5, that is 25. So the variance of the critical path is 25. So we have completed the 2 parts of the equation. First one we had drawn the project network diagram, as well as we have calculated the length and variance of the critical path. The length of the critical path is 36, as well as the variance of the critical path is 25. Now, what is the approximate probability that the jobs on the critical path will be completed in 41 days and 35 days? So, നമുക്ക് എന്ത് വേണം? നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്? ഈ തന്നിട്ടുള്ള നമ്മുടെ പ്രൊജക്ട് നെറ്റ്വർക്കിൻ്റെ എക്സ്പെക്റ്റഡ് ടൈം, പ്രൊജക്ട് ഡ്യൂറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണ്? 36. ആ പ്രൊജക്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ടോട്ടൽ ലെങ്ത് അല്ലെ, ക്രിട്ടിക്കൽ പാത്തിനകത്ത് വരുന്ന ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്തുകളുടെ സമ്മാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊജക്ട് ഡ്യൂറേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊജക്ട് ഡ്യൂറേഷൻ അഥവാ എക്സ്പെക്റ്റഡ് ടൈം നമ്മൾ 36 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആ പ്രൊജക്റ്റിൻ്റെ വേരിയേഷൻ അഥവാ വേരിയൻസ് 25 ആണ് നമ്മൾ കാൽക്കുലേറ്റ്. ആൻഡ് ഹിയർ വി ഹാവ് ടു കാൽക്കുലേറ്റ് as third part, we have to calculate the approximate probability that the jobs on the CP or the critical path will be completed in 41 days and 35 days. നമ്മൾ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് നമ്മുടെ തേർഡ് ടൈപ്പ് പ്രോബ്ലംസിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഞാൻ ബാക്കിയുള്ള പാർട്ടൊന്ന് റബ്ബ് ചെയ്യാണ് ഞാൻ. സോ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ഡ്യൂ ഡേയ്സ് വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രോജക്റ്റിൻ്റെ എക്സ്പെക്റ്റഡ് ടൈം എത്രയാണ്? 36 ആണ്. 36. അപ്പോൾ ഇവിടെ ഡേയ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഓൾസോ കാൽക്കുലേറ്റ് ആസ് 36 ഡേയ്സ്. 41 ഡേയ്സ് എന്നും 35 ഡേയ്സ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ 36 എന്ന് പറഞ്ഞ പ്രൊജക്ട് ഡ്യൂറേഷൻ ഉദ്ദേശിക്കുന്നത് തന്നെ ആയിരിക്കും, ഡേയ്സ് തന്നെ ആയിരിക്കും. സോ ടി ഈസ് 36 ആൻഡ് വേരിയൻസ് ഓർ ദ സിഗ്മ സ്ക്വയർ നമുക്ക് എത്ര കിട്ടി? 25 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. സിഗ്മ സ്ക്വയർ 25 ആണെങ്കിൽ സിഗ്മ വിൽ ബി ഈസ് ഈക്വൽ ടു √25 വിച്ച് ഈസ് ഈക്വൽ ടു 5 ആയിരിക്കും. നമ്മൾ അവിടെ വെച്ച് തന്നെ എഴുതി അങ്ങ് നിർത്തുകയാണ്. And here as the first part we had given the due date as 41 days. So T or the due date is given as 41 days നമുക്ക് തന്നിട്ടുണ്ട്. We have to calculate the probability. So for calculating the probability we have to find Z. The Z is equal to T minus TE by sigma, that is 41 minus 36 by 5, which is equal to 5 by 5 is equal to 1. അല്ലേ? അപ്പോൾ നമ്മുടെ ഇസഡിൻ്റെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. സോ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിൽ പോസിറ്റീവ് സൈഡിൽ 1 വരുന്ന ഇതാണ് എന്ത് നമ്മളുടെ 1 ആണ് നമ്മളുടെ ഇസഡ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്ര വരും? ഈ 0.5 കൂടെ 0 മുതൽ 1 വരെയുള്ള, അതായത് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഈ ഇത്ര ഏരിയ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹോൾ ഏരിയയാണ് നമുക്ക് ആവശ്യമുള്ള പ്രോബബിലിറ്റി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റി എത്രയാണ്? ഇവിടെ ഇസഡ് 1 ആകുന്ന വരെയുള്ള ഏരിയ. ഇസഡ് 1 ആകുന്ന എവിടെയാണ്? ഈ പോയിന്റിലാണ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മുതൽ V1 എന്ന് പറയുന്ന ഈ പോയിന്റ് വരെയുള്ള ഈ ഷെയ്ഡ് റീജിയനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി. അതിൽ
ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ മാത്രം ടോട്ടൽ ഏരിയ നമുക്ക് എത്രയാണെന്നറിയാം, 0.5 ആണെന്നറിയാം അല്ലേ. ദെർഫോർ പ്രോബബിലിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം, 0.5 നമുക്ക് ആവശ്യമുള്ള പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 0.5 പ്ലസ് ഈ ബാക്കി വരുന്ന പ്രോബബിലിറ്റി അല്ലേ, 1 വരെയുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ആ അത്രയുള്ള പ്രോബബിലിറ്റി 0 മുതൽ 1 വരെയുള്ള പ്രോബബിലിറ്റി നമുക്ക് നമ്മൾ ടേബിൾ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ടേബിൾ ഉപയോഗിച്ച് നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഹിൻഡ് തന്നിട്ടുണ്ടാകും, ഏരിയ കറസ്പോണ്ടിങ് ടു നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. അല്ല എന്നുണ്ടെങ്കിൽ ഈ 1-ന് കറസ്പോണ്ടിങ് ഇസഡ് എന്ന് പറയുന്നത് 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് 3.3413. സോ ഈ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.3413. നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാകും. സോ അല്ലാതെ നമ്മൾ ടേബിൾ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഗിവൺ ആസ് 0.3413. അപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി എത്രയാണെന്ന് കിട്ടുക, ടോട്ടൽ ഏരിയ ഈസ് 0.5 പ്ലസ് 0.3413, ദാറ്റ് ഈസ് 0.8413, or it is equal to 84.13%. അതായത് 41 ഡേയ്സ് കൊണ്ട് നമ്മളുടെ എക്സ്പെക്റ്റഡ് ടൈം എത്ര ആയിരുന്നു, 36 ഡേയ്സ് ആയിരുന്നു. അതിനകത്ത് 84.13% നമുക്ക് എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് നമുക്ക് 41 ഡേയ്സ് കൊണ്ട് നമുക്ക് 84.13% ഓഫ് ദ വർക്ക് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് വാട്ട് അബൌട്ട് ഇഫ് ദ ഡ്യൂ ഡേറ്റ് ഈസ് 35 ഡേയ്സ്, ഡ്യൂ ഡേറ്റ് ഇസഡ് എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് 35 ഡേയ്സ് ആണെങ്കിൽ, ദാറ്റ് ഈസ് ദ ബി പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ബാക്കി എല്ലാ കണ്ടീഷൻസും സെയിം തന്നെയാണ്. ഇഫ് ടി ഈസ് 35 ഡേയ്സ്, വാട്ട് വിൽ ബി ഇസഡ്? ഇസഡ് ഈസ് ഈക്വൽ ടു ടി മൈനസ് ടി ഇ ബൈ സിഗ്മ, ദാറ്റ് ഈസ് 35 മൈനസ് 36 ബൈ 5, ദാറ്റ് ഈസ് മൈനസ് 1/5 ഈസ് ഈക്വൽ ടു മൈനസ് 0.2 അല്ലേ. സോ നമ്മളുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്ക്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മൈനസ് 0.2 ഇതാണെന്ന് പറയുന്നത് നമ്മളുടെ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മുതൽ ഈ ഇസഡ് വരെയുള്ള ഈ ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രോബബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ടോട്ടൽ ഏരിയ എത്ര നമുക്കറിയാം, 0.5 ആണ് നമുക്ക് അറിയാം. അപ്പോൾ ആ 0.5-ൽ നിന്നും ഈ 0.2 വരെയുള്ള ഏരിയയെ, അതായത് ഈ ഇത്രയുള്ള ടോട്ടൽ ഏരിയയിൽ നിന്നും ഈ കൊച്ചു ഏരിയ, ഈ അൺഷെയർഡ് ആയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഏരിയ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ആവശ്യമുള്ള ഷെയർഡ് റീജിയൻ്റെ ഏരിയ നമുക്ക് കിട്ടും. സോ ദ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 0.5 മൈനസ് ടോട്ടലായിട്ടുള്ള 0.5-ൽ നിന്നും ആ 0.2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് ഈസ് ഈക്വൽ ടു 0.2 നെഗറ്റീവ് സൈഡിലേക്ക് ആകുന്നേ ഉള്ളൂ. നമുക്ക് വാല്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ടേബിളിലെ വാല്യൂസ് സെയിം തന്നെ ആയിരിക്കും. 0.2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഇറ്റ് ഈസ് 0.0793. Therefore, ഈ റീജിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇറ്റ് ഈസ് 0.0793. നമുക്ക് വേണ്ടത് ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ ആണ്. അതിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോട്ടൽ ഏരിയ 0.5 ആണ്. ഈ അൺഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ 0.793 ആണെങ്കിൽ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, 0.5 മൈനസ് 0.79, സോറി വാല്യൂ അതിൽ 0 ഉണ്ട്, പോയിൻ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് അതായത് നോക്കിയത് 0.079, അല്ലെങ്കിൽ എന്ത് വരാം, പ്രോബബിലിറ്റി നെഗറ്റീവായിട്ട് പോകും. പ്രോബബിലിറ്റി ഒരിക്കലും എന്ത് വരില്ല, നെഗറ്റീവ് ആകത്തില്ല. ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്വാണ്ടിറ്റിയാണ്, ഒരിക്കലും എന്താകത്തില്ല, നെഗറ്റീവ് ആകത്തില്ല. സോ ഇവിടെ ഇതിൻ്റെ വാല്യൂ എത്രയാണ്, 0.0793. ടേബിൾ വാല്യൂ ഇറ്റ് ഈസ് 0.0793. എനിക്കൊന്ന് മിസ്റ്റേക്കാണ്, ഞാൻ നോക്കിയപ്പോൾ ഒന്ന് മിസ്റ്റേക്കാണ്, 0.0793. സോ 0.5 മൈനസ് 0.0793 is equal to 0.5 minus 0.0793, that is 0.4207, or which is equal to 42.07%. അപ്പോൾ നമ്മളുടെ 35 ഡേയ്സ് കൊണ്ട് 36 ഡേയ്സ് ആണ് ഡ്യൂ ഡേറ്റ് എങ്കിൽ 35 ഡേയ്സ് ആണ് നമ്മൾ ഡ്യൂ ഡേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര പെർസെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, 42.07% ഓഫ് ദ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. What about the fourth question? Find the due date which has 95% chance to meet.
പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 95% ചാൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഡ്യൂ ഡേറ്റ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അവിടെ നമ്മളുടെ ബേസിക് കണ്ടീഷൻസ് സെയിം തന്നെയാണ്. ഹിയർ ദ പ്രോബബിലിറ്റി ഈസ് ഗിവൺ, പി ഈസ് ഗിവൺ ആസ് 95% is equal to 0.95 തന്നിട്ടുണ്ട്. We have to calculate the due date or T. അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി P is 0.95. This is equal to 0.5 plus 0.45. അല്ലേ? നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണെങ്കിൽ ഈ 0.5 എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഏരിയയോട് കൂടെ എത്രയോ ഒരു 0.45 ഏരിയയും കൂടെ, ഇത് എത്രയാണ് 0.5, ഇത് 0.45, ഇത്ര ഏരിയ മീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ആവശ്യമുള്ള പ്രോബബിലിറ്റി അഥവാ ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ ഈ 0 മുതൽ 0.45 വരെയുള്ള വാല്യൂ വരുന്ന ഇസഡിൻ്റെ വാല്യൂ നമ്മൾ നോക്കുക. ഇസഡിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടുന്നത് ടേബിൾ വാല്യൂ 0.45 വരുന്നത് is 1.65. So here the value of z is equal to 1.65. ഇനി എന്താണ് ഇസഡിൻ്റെ ഇക്വേഷൻ? z is equal to t minus te by sigma. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ടി ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് 1.65 is equal to t minus 36 by 5. Therefore t is equal to 36 plus 1.65 into 5. That is 1.65 into 5. That is 25, 30, 32, 8.25. That is 36 plus 8.25. That is 44. That is 44.25 or 44.25 or 44 days നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും 44 days നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള എസ്റ്റിമേറ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 36 days ആണെങ്കിൽ 95% ചാൻസും ഉണ്ട് എന്തെന്ന് പറയുന്നത് 44 days കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് 95% ആയിരിക്കും. സോ ഇതാണ് നമ്മളുടെ പെർട്ട് കാൽക്കുലേഷൻ അനുസരിച്ച് പെർട്ട് കാൽക്കുലേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എസ്എ പാർട്ട് ക്വസ്റ്റിൻ്റെ ഫുൾ ഫോർമാറ്റ് ആണ് ഇത്. 15 മാർക്സിലെ ക്വസ്റ്റ്യൻ ആണ്. മെയിനായിട്ട് 4 പാർട്സ് ആയിട്ട് തന്നെ വരും. ഫസ്റ്റ് വൺ പ്രൊജക്ട് നെറ്റ്വർക്കിനെ വരയ്ക്കുക, സെക്കൻഡ് വൺ ലെങ്ത് ഓഫ് ദ പ്രൊജക്റ്റ് അങ്ങനെ വേരിയൻസ് ഓഫ് പ്രൊജക്ട് കാൽക്കുലേറ്റ് ചെയ്യുക, കൂടാതെ ഡ്യൂ ഡേറ്റ്സ് വന്നിട്ട് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, പ്രോബബിലിറ്റി വന്നിട്ട് ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇത് ഇങ്ങനെ 15 മാർക്സിൻ്റെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ lecture note ആയിട്ട് എനിക്ക് ഹോം അസൈൻമെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.